ലൈവിൽ ആര്യൻ അനീഷിൻ്റെ നേരെ ഒരു പ്രോപ്പർട്ടി എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഒരു ബോളാണ് അനീഷിൻ്റെ നേരെ വലിച്ചെറിഞ്ഞത്. അനീഷിന് വലിയ വേദന എടുത്തൊന്നുമില്ല, പക്ഷേ അനീഷ് അത് വലിയ വിഷയമാക്കി. അനീഷും ആര്യനും ആദിലയുമാണ് പുതിയ വെസൽ ടീം. അപ്പോൾ ആ ഒരു ടീമിലെ ക്യാപ്റ്റൻ ആര്യനാണ്. അപ്പോൾ ഇവർ ചെറിയൊരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ അനീഷിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അനാവശ്യമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ പണിയെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് അനീഷും ആദിലയും നിങ്ങൾ രണ്ടുപേരും പണിയെടുക്കാൻ, ഞാൻ നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻ പണിയെടുക്കാതെ നൈസായിട്ട് അങ്ങ് മാറി നിൽക്കുന്ന രീതിയിലൊക്കെ അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷേ അനീഷ് ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അത് പറ്റില്ല, 3 പേരും പണിയെടുക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിൽക്കത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാനും പണിയെടുക്കത്തുള്ളൂ എന്ന് അനീഷ് ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ആര്യൻ്റെ സ്ഥിരം ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പറയാം. അങ്ങനെയാണ് നീ പൊക്കോ എന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരിക്കുന്നു. പക്ഷേ അവസാനം ക്യാപ്റ്റൻ ശരത്തിൻ്റെ അടുത്ത് അനീഷ് പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ശരത്ത് നേരെ ആര്യൻ്റെ അടുത്ത് ചെല്ലുന്നു. ആര്യൻ ശരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു വേറെ കാര്യങ്ങളാണ് പറയുന്നത്, അനീഷിൻ്റെ അടുത്ത് വരുമ്പോൾ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. അനീഷാണ് കുറ്റക്കാരൻ, അനീഷ് പണിയെടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ശരത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അനീഷിൻ്റെ അടുത്ത് ചെല്ലുമ്പം പാടുള്ള പണികൾ അനീഷ് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവസാനം ആര്യൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നു. ഞാൻ പണിയെടുക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ആ സമയത്ത് ആര്യൻ്റെ കയ്യിലൊരു ബോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അപ്പോൾ വെസൽ ടീം ആകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അനീഷിൻ്റെ നേരെ ഒരു ബോൾ എടുത്ത് കയറിയാണ്. അനീഷ് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അനീഷിൻ്റെ മേത്ത് വന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് അത് വളരെയധികം വിഷയമാക്കി. ഇവരെന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞ് അനീഷ് അവിടെ ഭയങ്കര വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. അനീഷിന് വേദനയൊന്നും എടുത്തിട്ടില്ലെങ്കിലും ആര്യൻ കാണിച്ചത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആര്യൻ്റെ ക്യാരക്ടർ ഓരോ ദിവസം കൂടുമ്പോഴും ഇറിറ്റേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുക. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നും. അമ്മാതിരി ഒരു വർത്തമാനമാണ് ആര്യം പറയുന്നത്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.